കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയാവണമെന്നോ ആവും എന്നോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് ഞാൻ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലും എല്ലാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സജീവമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരാളാണ്. എന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു സ്ഥാനാർത്ഥിയാവുമെന്നോ മത്സരിക്കേണ്ടി വരുമെന്നുള്ള ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ കൂടിയാണ്. ആത്യന്തികമായി താങ്കളൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ CPIയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്ത ആൾ എന്ന നിലയ്ക്ക് വോട്ട് ചോദിച്ച് വീടുകളിൽ കയറി ചെല്ലുന്ന ആളുകൾക്കറിയാം നമ്മൾ ആ വാർഡിലുള്ള ആളും ആ വാർഡിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരാളും എന്ന നിലയ്ക്ക് നമ്മളൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണ്, മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആളായിട്ടാണ് മത്സരിക്കുന്നത് എന്ന് വോട്ടർമാർക്ക് നമ്മൾ പറയാതെ തന്നെ അറിയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്വതന്ത്രമായി വിജയിച്ച അങ്ങയുടെ ഇനിയുള്ള പ്രവർത്തനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ ജനങ്ങളെ നമ്മുടെ പ്രദേശത്തുള്ള വോട്ടർമാരുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് ജനപക്ഷ വികസനം എന്നുള്ളതാണ്. നമ്മൾ വെച്ച മുദ്രാവാക്യം ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി വികസന പ്രവർത്തനങ്ങൾ, അത് നമ്മളൊരു അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിൽ നിന്ന് മാറി ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അവരുമായി ചർച്ച ചെയ്ത് അവരുടെ ആവശ്യത്തിന് മുൻഗണന കണ്ടുകൊണ്ട് നമ്മൾ ആ വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സമഗ്ര വികസനം, ജനപക്ഷ വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ വോട്ടർമാരെ സമീപിച്ചിട്ടുള്ളത്. ഇലക്ഷൻ പ്രചാരണ സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളുടെ ഫലമായി ഒരുപക്ഷെ താങ്കൾക്ക് ലഭിച്ച അംഗീകാരമാണ് താങ്കളെ 14 വാർഡിൽ നിന്ന് ഒരു മെമ്പർ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട സമയമായി. തീർച്ചയായിട്ടും നമ്മൾ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് നടപ്പിലാക്കാൻ ഞാൻ 100% ബാധ്യസ്ഥനാണ്. നമ്മൾ ജയിക്കാൻ വേണ്ടി മാത്രം ഒരു വാഗ്ദാനം കൊടുക്കുക എന്ന രൂപത്തിലല്ല വാർഡിലുള്ള വോട്ടർമാർക്ക് നമ്മൾ നടപ്പിലാക്കാൻ പറ്റുന്ന, നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വാഗ്ദാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് കൊടുത്ത വാഗ്ദാനങ്ങളും അതിലുപരിയും വാർഡിൽ നടപ്പിലാക്കണമെന്നാണ്. എന്നാലും പരമാവധി കാര്യങ്ങൾ നമ്മുടെ മറ്റുള്ള വാർഡുകളും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൂമിശാസ്ത്രപരമായി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു വാർഡാണ് 14-ാം വാർഡ്. അത് കുടിവെള്ള പ്രശ്നം വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തത്, ഫുട്പാത്തുകൾ, റോഡുകൾ, അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങൾ. അതുകൂടാതെ നമ്മൾ കൂട്ടുകൃഷി സമ്പ്രദായം. ഇതിനൊക്കെ പുറമെ താങ്കളുടെ ഗ്രാമത്തെ വൈഫൈ ആക്കി മാറ്റും എന്ന ഒരു പ്രഖ്യാപനം കൂടി തെരഞ്ഞെടുപ്പ് കാലയളവിൽ താങ്കൾ നൽകിയിരുന്നില്ലേ? തീർച്ചയായും. ഇപ്പോൾ നമ്മൾ ITയുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടേറെ കാര്യങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാട്ടിലൊരു, കാരണം ഇപ്പോൾ ബസ്സിൽ പോലും വൈഫൈ സംവിധാനം, പ്രൈവറ്റ് ബസ്സുകളിൽ പോലും വൈഫൈ സംവിധാനങ്ങൾ നിലവിൽ വരുന്നൊരു സമയത്ത് നമ്മുടെ ഒരു IT മേഖല, നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽപരമായിട്ടും ഇൻ്റർനെറ്റുകളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യം അത് നടപ്പിലാക്കണമെന്നുള്ളത് നമ്മൾ നമ്മുടെ പ്രവർത്തകന്മാർ കൂട്ടമായി എടുത്തിട്ടുള്ളൊരു ചർച്ച ചെയ്തെടുത്തൊരു തീരുമാനമാണ്. അത് തീർച്ചയായിട്ടും നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ഈ IT മേഖലയുമായി ബന്ധപ്പെട്ട ഈ വൈഫൈ പ്രഖ്യാപനം താങ്കളുടെ വോട്ടിന്റെ ലഭ്യതയിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അത് ഉണ്ടാക്കിയിട്ടുണ്ടാവാം, ചെറുപ്പക്കാരുടെ ഇടയിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആ ഒരു വാഗ്ദാനം നിറവേറ്റാനൊരു ബാധ്യസ്ഥനും കൂടിയാണ് ഞാൻ. താങ്കളുടെ വാർഡിലുള്ള സമഗ്രമായ ശ്രദ്ധ കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന വിഷയം എന്താണ്? കുടിവെള്ള പ്രശ്നമാണ്. ഒന്ന് പ്രധാനമായും പാലക്കുറുമ്പ കുന്നിൻ്റെ മുകളിലുള്ള പാലക്കുറുമ്പൻ്റെ ഒരു പ്രദേശത്ത് ഒരു തവണ നടപ്പിലാക്കി അത് ചില സാങ്കേതിക കാരണങ്ങളാണ് മുടങ്ങിപ്പോയൊരു കുടിവെള്ള പദ്ധതിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ പ്രധാനമുള്ള ചേരിപ്പാടം പ്രദേശത്ത് ഫുട്പാത്തുകൾ നിർബന്ധമായിട്ട് വെള്ളം ഒഴിഞ്ഞു പോകാത്ത പ്രശ്നങ്ങളുള്ള ഡ്രെയിനേജ്, ആ ഡ്രെയിനേജിനോടനുബന്ധിച്ചിട്ട് പല ഭാഗത്തും നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥകളുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നിർബന്ധമായും ഫുട്പാത്തുകൾ, അങ്ങനെ നാണിയാട്ട്, ചേരിപ്പാടം പ്രദേശത്ത് കൂടുതലായി അപ്രദേശത്താണ് നമ്മൾ വോട്ട് അഭ്യർത്ഥിച്ച് വീടുകൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അതും ഒരു അത്യാവശ്യമായിട്ട് നമ്മൾ നടപ്പിലാക്കേണ്ട ഒരു വികസന പ്രവർത്തനം തന്നെയാണ് അവിടെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിദേശത്തായിരുന്നു 10 വർഷം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഒരിക്കലുമല്ല, വിദേശത്ത് പോയവരെല്ലാവരും സാമ്പത്തികമായി ഭദ്രതയിലായിരിക്കും എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു ഗ്രാമപഞ്ചായത്തിലെ മെമ്പർക്ക് ലഭിക്കുന്ന വേതനം എന്താണെന്ന് തീർച്ചയായും എൻ്റെ തൊഴിൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന ഒരാളാണ് ഞാൻ.
ചെറിയ ചെറിയ വർക്ക് കെട്ടിട നിർമ്മാണങ്ങൾ കരാർ അടിസ്ഥാനത്തിലെടുത്ത് പണിക്കാരെ വെച്ച് നടത്തിക്കുന്നുണ്ട്. ആ ജോലി ഞാൻ ഇപ്പോൾ ഇലക്ഷൻ്റെ സമയത്തും ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് എൻ്റെ പ്രവൃത്തി അതുമായിട്ട് ഞാൻ പോകുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ എത്തുന്നുണ്ട്. നമ്മുടെ പ്രദേശത്തുള്ള വോട്ടർമാരോട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ വിജയിപ്പിച്ച വാർഡിലെ വോട്ടർമാരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് തന്നെ കാണാം. ഇന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടാവും. എൻ്റെ നമ്പർ ഞാൻ എല്ലാ വീട്ടിലും കൊടുത്ത നോട്ടീസിൽ എൻ്റെ മൊബൈൽ നമ്പർ വെച്ചിട്ടുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും ആ നമ്പറിൽ വിളിക്കാം. ഇത് ഇപ്പോൾ കഴിഞ്ഞ വർഷം 2000 എന്തോ ആണ് മാസത്തിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് അറിഞ്ഞത്. കൃത്യമായിട്ട് നമ്മളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. കാരണം നമ്മളൊരു തൊഴിൽ, ശമ്പളം കിട്ടുന്ന ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ ഈ വാർഡ് മെമ്പർ ആയതും പിന്നെ വിജയിച്ച് പ്രവർത്തിക്കുന്നതും. അതൊരു തൊഴിൽ, അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. ഞാൻ 1982 പന്തീരങ്കാവ് ഹൈസ്കൂളിൽ SSLC പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങിയത് മുതൽ, അതിനു മുന്നേ പന്തീരങ്കാവ് ഹൈസ്കൂളിലും ഈ 7-6 വർഷത്തോളം പന്തീരങ്കാവ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ SFIൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. SFIൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിട്ട് വരെ പ്രവർത്തിച്ച് അതിനുശേഷം സ്കൂൾ പഠനം കഴിഞ്ഞ് SSLC കഴിഞ്ഞ് 82 പുറത്തിറങ്ങിയ സമയത്ത് സജീവമായിട്ട് DYFI പ്രസിഡന്റ്, DYFIൻ്റെ യൂണിറ്റ് സെക്രട്ടറി തുടങ്ങി DYFIൻ്റെ മേഖല വൈസ് പ്രസിഡന്റ് വരെ എത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ ജോലി സംബന്ധമായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പല ഭാഗത്തും കാര്യങ്ങളൊക്കെ ചർച്ചയുണ്ട്. കാരണം ഇപ്പം പഞ്ചായത്ത് ബോർഡ് നിലവിൽ വന്നിട്ട് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമായിട്ട്, ആഴ്ചകൾ പോലും ആയിട്ടില്ല. ഇനി അടുത്ത വരുന്ന ബോർഡ് മീറ്റിങ്ങിൽ വരുന്ന പ്രത്യേകിച്ചും എനിക്കൊക്കെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ തവണ പഞ്ചായത്തിൽ 23 വാർഡിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഭരണസമിതിയാണ്. അതിൽ പ്രതിപക്ഷം എന്നോ ഭരണപക്ഷം എന്നോ വേർതിരിവില്ല. 23 അംഗങ്ങളും ഉൾപ്പെടുന്ന നല്ലൊരു ടീമാണ് ഈ തവണ. കഴിഞ്ഞ തവണ അല്ല എന്നല്ല പറയുന്നത്, പക്ഷേ കുറേ പുതുമുഖങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു ടീമാണ് ഇത്തവണ ഗ്രാമപഞ്ചായത്തിൽ നമ്മളിപ്പം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് സമയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത്. മാത്രമല്ല ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഇവരൊക്കെ ഭരണ സാധ്യതകളൊക്കെ തന്നെ ഉള്ളവണ്ണം ഗ്രാമപഞ്ചായത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ വികസന പ്രക്രിയയിൽ ഇനി ഉള്ളവണ്ണം പഞ്ചായത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ബാബു പറശ്ശേരി, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തായിട്ടുള്ള മനോജ്, ഇവരെല്ലാം നമ്മളും ഒന്നിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയ ആളുകളാണ്, നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകളാണ്. എന്നാലും ഒരു ജില്ലൻ്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പം എല്ലാം വളവണ്ണയ്ക്ക് തരാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തായാലും ഒരു വളവണ്ണയ്ക്ക് ഒരു പ്രാധാന്യം കിട്ടും എന്നുള്ളത് നമുക്കൊരു എൻ്റേതൊരു പ്രതീക്ഷ. ആ രൂപത്തിൽ തന്നെ എന്തെങ്കിലും ഫണ്ടോ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ ഉപയോഗിക്കപ്പെടേണ്ട പ്രവർത്തനങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി നമുക്കുണ്ട്. വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഗ്രാമസഭയിൽ നടക്കുന്ന ചർച്ചകളും ആവശ്യങ്ങളും ഒക്കെയാണ് മെമ്പറുടെ പ്രവർത്തനത്തിന്റെ ആകത്തുക. ആ വിധത്തിൽ ഗ്രാമസഭകൾ എത്രത്തോളം താങ്കൾ ഉൾക്കൊള്ളുന്നു? ഈ ഗ്രാമസഭകൾ നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജനങ്ങളുടെ ഇടയിൽ വോട്ട് ചോദിക്കാൻ നമ്മൾ വെച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുള്ളത്, കൃത്യമായി ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കും. ആ ഗ്രാമസഭയോട് 100% നീതി പുലർത്തും. അത് നമ്മൾ വോട്ടർമാർക്ക് കൊടുത്തിട്ടുള്ളൊരു മുദ്രാവാക്യം. അവരോട് പറഞ്ഞിട്ടുള്ളൂ 100% നീതി പുലർത്തും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചില ഗ്രാമസഭകൾ ഒരു പ്രഹസനമായി മാറുന്ന രൂപത്തിലേക്ക്, കാരണം അത് പ്രധാനമായും തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില സംഘടനകളെ പരിപാടികളൊക്കെ പങ്കെടുക്കുമ്പോൾ എന്നുള്ളൊരു നിർദ്ദേശം, പ്രവൃത്തി ദിവസങ്ങളിൽ ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുമ്പോൾ പങ്കാളിത്തക്കുറവ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഗ്രാമസഭകൾ അവധി ദിവസങ്ങളിലേക്ക് മാറ്റണം എന്നുള്ളൊരു ആവശ്യം പൊതുവെ വന്നിട്ടുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാക്കാൻ പറ്റുമെന്നുള്ള നമുക്ക് പറയില്ല. കാരണം അതിൽ പങ്കെടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലിയാണ്. അപ്പോൾ അവർക്ക് അവധി കിട്ടുന്നൊരു ദിവസം അവർ ഇതിൽ എത്രത്തോളം പങ്കെടുപ്പിക്കാനുള്ള ശ്രമം എന്തായാലും ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നടത്തും, ഒരു ശ്രമം നടത്തും. കഴിയുന്നതും അവധി ദിവസങ്ങളിൽ കൂടുതൽ പങ്കാളിത്തത്തോടു കൂടി തന്നെ ഗ്രാമസഭകൾ വിളിച്ച് ചേർക്കാനുള്ളൊരു തീരുമാനം നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ മിക്ക സ്ഥലത്തും റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. അപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ ഏകദേശം 4ഓളം വാർഡിൽ ഏകദേശം എല്ലാ ഭാഗത്തും റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിയിലാണ്. അപ്പോൾ ഈ ഗ്രാമസഭകളെ പങ്കാളിത്തം, ആളുകളെ പങ്കെടുപ്പിക്കേണ്ട ഒരു ചുമതല റെസിഡൻസ് അസോസിയേഷനുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട്, റെസിഡൻസ് അസോസിയേഷൻ പങ്കെടുപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലല്ല. കാരണം ആ പ്രദേശത്തുള്ള വിവിധ കക്ഷി രാഷ്ട്രീയത്തിലുള്ള ആളുകൾ എല്ലാവരും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ. അപ്പോൾ ആ ഒരു റെസിഡൻസിൻ്റെ പരിധിയിൽ എന്തൊക്കെ വികസന പ്രവർത്തനം വേണം എന്ന് ഒരു വാർഡ് മെമ്പറേക്കാൾ ഉപരി ആ റെസിഡൻസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കറിയാം. അപ്പോൾ ആ പ്രദേശത്ത് റെസിഡൻസിൻ്റെ പരിധിയിൽ വരേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ആ റെസിഡൻസിൻ്റെ ഭാരവാഹികൾ ഗ്രാമസഭയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലേക്ക് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ
പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് എത്രത്തോളം നമ്മളോട് റെസിഡൻസുകൾ സഹകരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. കാരണം റെസിഡൻസിൻ്റെ നിയമാവലിയിൽ എല്ലാ റെസിഡൻസിൻ്റെയും രക്ഷാധികാരി വാർഡ് മെമ്പറാണ്. അപ്പം എല്ലാ റെസിഡൻസിൻ്റെയും ജനറൽ ബോഡി യോഗങ്ങളിലൊക്കെ വാർഡ് മെമ്പർ എന്നുള്ള രക്ഷാധികാരി എന്നുള്ളവർക്ക് വാർഡ് മെമ്പർക്ക് പങ്കെടുക്കാം. അപ്പോൾ ആ റെസിഡൻസിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഗ്രാമസഭകളെ തീയതികൾ, ഗ്രാമസഭയിൽ ആളുകളെ പങ്കെടുപ്പിക്കേണ്ട, പങ്കാളിത്തം ഉണ്ടാക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ സന്ദേശം വാർഡിൽ മൊത്തമെത്തും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു സംവിധാനം നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമസഭയിൽ പരമാവധി ആളുകളെ പങ്കാളിത്തം ഉണ്ടാക്കി ഗ്രാമസഭ വിജയിപ്പിച്ചാൽ മാത്രമേ നമുക്കൊരു വാർഡിൽ കൃത്യമായി വേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊരു പദ്ധതി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ താങ്കളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച താങ്കളുടെ വാർഡിലെ വോട്ടർമാരോട് എന്താണ് പറയുക? വോട്ടർമാരോട് എനിക്ക് കടപ്പാടുണ്ട്. കാരണം എൻ്റെ കൂടെ ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നിട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഔദ്യോഗിക സ്ഥാനാർത്ഥിയും, ഐക്യജനാധിപത്യ മുന്നണി ഔദ്യോഗിക സ്ഥാനാർത്ഥിയും, BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും, അതുകൂടാതെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വെൽഫെയർ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയും, അങ്ങനെ മൊത്തം 5 സ്ഥാനാർത്ഥികൾ മത്സരിച്ചൊരു സജീവമായിട്ട് 5 സ്ഥാനാർത്ഥികളും മത്സരിച്ചൊരു വാർഡിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എന്നെ, എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമല്ല, സ്വകാര്യ ചിഹ്നമാണ്. ആ ചിഹ്നം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ വാർഡിലുള്ള ജനങ്ങൾ എന്നെ ഒരു പാർട്ടി പ്രവർത്തകനായിട്ടാണ് അവർ കാണുന്നത്. ആ കാണുന്ന ഞാനൊരു സ്വതന്ത്രമായി മത്സരിക്കേണ്ടി വന്ന സാഹചര്യം, അത് എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം, അത് വോട്ടർമാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എൻ്റെ കൂടെ സജീവമായി എന്നെ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് എൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ, വാർഡിലുള്ള ആളുകൾ, അത് വാർഡിന് പുറമെയുള്ള ആളുകൾ, ഒരുപാട് പേര് എനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അവരോടുള്ള അതേ കടപ്പാട് തന്നെ വാർഡിലുള്ള മുഴുവൻ വോട്ടർമാരോട്. ഇപ്പം ഞാനൊരു കുറഞ്ഞൊരു വിഭാഗത്തിൻ്റെ ആളല്ല, ഞാൻ വാർഡിൻ്റെ മൊത്തം ജനങ്ങളെയും ഒരു മെമ്പറാണ്. അപ്പോൾ അത് കക്ഷി രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നമ്മൾ അവിടെ അവസാനിപ്പിച്ചു. ഇനി വാർഡിലുള്ള മുഴുവൻ ജനങ്ങളെയും എന്താവശ്യത്തിനും ഏത് സമയത്തും, ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് പാതിരാത്രി എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും എന്നുള്ളത് അവർക്കൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്നെ വിജയിപ്പിക്കാനും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച ആ വാർഡിലുള്ള മുഴുവൻ എല്ലാ വോട്ടർമാരോടും ഞാൻ എൻ്റെ നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. തുടർന്നും വോട്ടർമാരുടെ സഹകരണം, വാർഡിലുള്ള ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മെമ്പർക്ക് കാര്യങ്ങൾ സുഗമമായിട്ട് നടപ്പാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിലും ഈ 5 വർഷം കൂടി എല്ലാ സഹകരണവും എൻ്റെ വാർഡിലുള്ള എല്ലാ മുഴുവൻ വോട്ടർമാരുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ വോട്ടർമാർക്കും നന്ദി ഈ എന്തായാലും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ. അതിനുള്ള ആശംസകൾ സിറ്റി ചാനലിന് നൽകുകയാണ്.